സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 100 ലൈക്കിൻ്റെ ടാർഗറ്റ്, വെറും 2 സെക്കൻഡ് സമയം മാത്രം മതി ആ ഒരു ലൈക്ക് നിങ്ങൾക്ക് ചെയ്യാൻ. സോ എല്ലാവരും അതൊക്കെ ചെയ്തിട്ട് വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ഫോർമർ താരവും അതുപോലെ തന്നെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന താരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇവാൻ കലൂഷ്നിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം. എന്തായാലും എല്ലാവരും അറിഞ്ഞാണ്, എങ്കിൽ പോലും നമ്മളൊരു ചാനലാണ്. സോ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ കവർ ചെയ്യണം. സോ അതുകൊണ്ട് കവർ ചെയ്യുകയാണ്. ഇവാൻ കലൂഷ്നിക്ക് യുക്രൈൻ നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈൻ ഫസ്റ്റ് ഇയർ ലീഗിലാണ്. അവിടെ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് മികച്ചയാണ്. അവരുടെ OFC അലക്സാണ്ട്രയ്ക്ക് വേണ്ടി ഏതാണ്ട് 8 മത്സരങ്ങളോട് കളിച്ചിട്ടുണ്ട്. ആ ഒരു 8 മത്സരങ്ങളിൽ ഫുൾ ടൈമും അദ്ദേഹം കളിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് സ്റ്റാർട്ട് നോക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ ആ ഒരു കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തെ ഉക്രൈൻ നാഷണൽ ടീമിലേക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഉക്രൈൻ നാഷണൽ ടീം നമുക്കറിയാം ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു ടീമാണ്. അവിടേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ച് താരത്തിൻ്റെ ഒരു സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. സോ ഉക്രൈൻ നാഷണൽ ടീമിൻ്റെ ഭാഗമായിരിക്കുകയാണ് നമ്മുടെ ഇവാൻ കലൂഷ്നി. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലക്സാണ്ടർ കൊയ്ഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ലീഗ് 2-ൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ താരമാണ് അലക്സാണ്ടർ കൊയ്ഫ്. എന്തായാലും ഒരു സെൻട്രൽ ബാക്ക് അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് കളിക്കാനാണ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തായാലും ആ റോളിൽ അദ്ദേഹം അത്ര വലിയ രീതിയിൽ തിളങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഉത്തരവ് എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ്. പലരും ഇതിനെ എതിർത്ത് പറയും. പക്ഷേ എനിക്ക് ഞാൻ കളി കണ്ട രീതിയിലൊക്കെ അദ്ദേഹം കുറേ മിസ്പാസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും ആ ഒരു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനാണ് ഞാൻ വന്നത്. എന്തായാലും ആ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. സോ നമ്മുടെ വീഡിയോ സെക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. സോ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ 100K ഫോളോവേഴ്സ്, അതായത് ഏതാണ്ട് 1 ലക്ഷം ഫോളോവേഴ്സ് അതിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തികഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും കൺഗ്രാറ്റ്സ് എന്ന് തന്നെ പറയണം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന താരങ്ങൾക്ക് ഇത് അത്ര പാടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ 500Kയോ അതിനപ്പുറമോ 1 മില്യൺ വരെ എത്താനുള്ള സാധ്യതകളുണ്ട്. സോ എന്തായാലും ഇപ്പോൾ 100K ആയിട്ടുണ്ട്. എന്തായാലും ഇനി 200Kയും 500K ഒക്കെ ആവട്ടെ. അതരത്തിലുള്ള പെർഫോമൻസും അത് ഇതിൻ്റെ ഭാഗത്ത് നിന്ന് വരട്ടെ. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ ഗുഡ് ബൈ.